പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. തിങ്കൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ, റവന്യൂ മന്ത്രി കെ. രാജൻ എന്നിവർ ആദ്യ സന്ദർശനത്തിന് തുടക്കം കുറിച്ചു. ദീർഘകാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായതെന്ന് കെ. രാജൻ പ്രതികരിച്ചു. എത്രയോ കാലമായി ഇതിനുവേണ്ടി അധ്വാനിച്ചിട്ടുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ വലിയ ഫംഗ്ഷനൊന്നും നടത്തണ്ട എന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. പ്രാഥമികമായി ഇതൊന്ന് തുറന്നു കൊടുക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഒക്ടോബർ 28-നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വെച്ച് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 3.5 മാസക്കാലത്തെ ക്യൂറിംഗ് പീരീഡ് ആവശ്യമുണ്ട് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് 3.5 മാസക്കാലം കഴിഞ്ഞപ്പോൾ കൃത്യമായി തുറന്നു കൊടുക്കാൻ തയ്യാറായി. കോഡ് ഓഫ് കോണ്ടക്റ്റ് വരുന്നതിന് മുമ്പ് നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്നുള്ളത് കൊണ്ട് ഇന്ന് അഭിമാനകരമായി ഇത് തുറക്കുകയാണ്. രാവിലെ 9 മണി മുതൽ 5 മണി വരെ പ്രവേശനമുണ്ട്. തിങ്കളാഴ്ച ദിവസം മാത്രമാണ് മുടക്കെടുക്കുന്നത്. 2 തരത്തിലും യാത്ര ചെയ്യാം. വാഹനങ്ങളിലും പോകാം, അതുപോലെ തന്നെ നടന്നും പോകാം. കുറച്ചു ദൂരം നടക്കലും കുറച്ചു ദൂരം വാഹനവുമായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ഫുഡ് കിയോസ്കും 4 അനുബന്ധമായിട്ടുള്ള ഫുഡ് സെൻറ്ററുകളും ഇതിനകത്തുണ്ട്. വെള്ളം കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. 2 ഇലക്ട്രിക്കൽ ബസ്സുകൾ എപ്പോഴും ഓടും. ആളുകൾക്ക് അതിൽ കയറിയും ഇറങ്ങിയും ഒക്കെ മുന്നോട്ട് പോകാം. സുവോളജിക്കൽ പാർക്ക് എന്ന 10-30 വർഷക്കാലത്തെ നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ നേർസാക്ഷ്യം അനുഭവമായി ഇവിടെ തുടങ്ങുകയാണ്. കിഫ്ബി പദ്ധതിയുടെ ഏറ്റവും അഭിമാനാർഹമായ നേട്ടമാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. തൃശൂർ ജില്ലയിലെ പുത്തൂർ ഇന്ത്യയിലെ സുവോളജിക്കൽ പാർക്കുകളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിക്കൊണ്ട് ഇന്ന് ഔദ്യോഗികമായ സന്ദർശനം അനുവദിക്കപ്പെടുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നാടിൻ്റെ കൂട്ടായ്മയാണ് ഇതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ ചാലകശക്തി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതിനെ ക്രോഡീകരിച്ച് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് കൊല്ലൂരിലെ MLA ആണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നമ്മുടെ റവന്യൂ മന്ത്രി കൂടിയാണ്. ഏറെ വിമർശിക്കപ്പെട്ട കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഇത് യാഥാർത്ഥ്യമാക്കിയ ഒരു മെഗാ പദ്ധതിയാണിത്. സുവോളജിക്കൽ പാർക്കിലേക്ക് 100 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. കുട്ടികൾക്ക് 30 രൂപ നൽകിയാൽ മതി. സീനിയർ സിറ്റിസൺസിന് 50 രൂപയാണ് നിരക്ക്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. സന്ദർശകരുടെ വാഹനങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിടണം. ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിങ്ങിനായി 25 രൂപയും ഓട്ടോറിക്ഷകൾക്ക് 30 രൂപയും കാർ അല്ലെങ്കിൽ ജീപ്പ് എന്നിവയ്ക്ക് 100 രൂപയും 32 സീറ്റുകൾ വരെയുള്ള മിനി ബസിന് 175 രൂപയും ബസ്സുകൾക്ക് 250 രൂപയും പാർക്കിംഗ് ഫീസായി നൽകണം. സ്റ്റിൽ ക്യാമറയ്ക്ക് 350 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 750 രൂപയും ക്ലോക്ക് റൂമിന് 25 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഇലക്ട്രിക് ബസ്സിലാണ് പിന്നെയുള്ള യാത്ര. 2 ഇലക്ട്രിക് ബസ്സുകൾ പാർക്കിങ്ങിൽ ചുറ്റിക്കൊണ്ടിരിക്കും. 24ഓളം ആവാസയിടങ്ങളിലായി 330ഓളം പക്ഷിമൃഗാദികളാണ് സുവോളജിക്കൽ പാർക്കിലുള്ളത്. 336 ഏക്കർ വനഭൂമിയിലാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. വിദേശത്ത് നിന്ന് ജിറാഫ്, സീബ്ര എന്നിവ ഉൾപ്പെടെയുള്ളവയെ എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സുവോളജിക്കൽ പാർക്കിലേക്കുള്ള റോഡ് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കുട്ടനല്ലൂർ ഓവർബ്രിഡ്ജ് മുതൽ പുത്തൂർ പാലം വരെയുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായി. പുത്തൂർ പാലം മുതൽ സുവോളജിക്കൽ പാർക്ക് വരെയുള്ള റോഡ് നിർമ്മാണ പ്രവർത്തികൾ തുടരുകയാണ്. TCV ന്യൂസ്, തൃശൂർ.